അങ്ങനെ ബി ഹൗസിൽ നിന്ന് ബിന്നി എവിക്റ്റായിരിക്കുന്നു. ഒരുപാട് ആർഭാടങ്ങളും ബഹളങ്ങളും മുൾമുനകളും ഇല്ലാതെ ഒരു സിമ്പിൾ എവിക്ഷൻ തന്നെയായിരുന്നു അത്. 3 പേരെ സേഫാക്കിയതിനു ശേഷം ബാക്കി വന്ന 3 പേരായിരുന്നു എവിക്ഷൻ പ്രക്രിയ നേരിടുവാൻ വേണ്ടി ഗാർഡൻ ഏരിയയിലേക്ക് പോയിരുന്നത്. ലക്ഷ്മി, അക്ബർ, ബിന്നി എന്നിവരായിരുന്നു എവിക്ഷൻ പ്രക്രിയ ഇന്ന് നേരിട്ടിരുന്നത്. അവരുടെ 3 പേരുടെയും ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഫ്രെയിമിന്റെ അടിയിലുള്ള സ്റ്റിക്കർ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന തെർമാക്കോൾ ബോൾസ് താഴെ വീഴും. അത് വീണ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് സേവ്, ആരാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ആ പ്രോസസ്സിലൂടെ ബിന്നി എവിക്റ്റായിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡും ഇന്നലത്തെ എപ്പിസോഡും ബിന്നി വളരെ സാഡായിരുന്നു. ബിന്നിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു താൻ എവിക്റ്റായി പോകുമെന്നുള്ളത്. അത് ബിന്നിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും നമുക്ക് എപ്പിസോഡിൽ നിന്ന് കണ്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. പോകുന്നതിന് മുന്നേ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാവരോടും വിഷ് ചെയ്തുകൊണ്ടായിരുന്നു ബിന്നി ഇറങ്ങിയത്. ബിന്നിയും ആദിലയും നൂറയും തമ്മിൽ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതും ബിന്നി സംസാരിച്ച് ക്ലിയർ ചെയ്തു. നമുക്ക് പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കാമെന്നായിരുന്നു ബിന്നി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിന്നി ഇറങ്ങിയിരുന്നത്. ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന് ബി ഹൗസിലെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം ലാലേട്ടൻ ബിന്നിയോട് ചോദിച്ചു ഹൗസ്മേറ്റ്സിനെ ഒന്നും കൂടി കാണണമോ എന്ന്. ആദ്യം വേണമെന്ന് പറഞ്ഞതിന് ശേഷം ബിന്നി പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ കരയും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി ഹൗസ്മേറ്റ്സിനെ കാണാൻ കൂട്ടാക്കാതെ പോവുകയായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു ബിന്നി പോയതു മുതൽ നെവിൻ അവിടെ ഇരുന്ന് കരയുകയാണെന്ന്. ബിന്നിയും പറഞ്ഞു എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടവും ഞാൻ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നതും നെവിനുമായിട്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു ബി ഹൗസിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ബിന്നി പറഞ്ഞു നെവിനെയാണെന്ന്. ബി ഹൗസിലെ ഇത്രയും നാളത്തെ ജീവിതം വീഡിയോയായി കണ്ടപ്പോൾ ബിന്നിയുടെ കണ്ണുകളും അറിയാതെ കലങ്ങിപ്പോയി. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ബിന്നി പടിയിറങ്ങുകയായിരുന്നു. ബിന്നി ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എനിക്ക് മുഴുവൻ വിജയങ്ങൾ മാത്രമായിരുന്നു. ആ വിജയങ്ങളെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഓരോ ഉയർച്ചയ്ക്കും ഓരോ താഴ്ച ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിന് നല്ല അലട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഇത്രയും ദിവസം നല്ല ഡൗണായി നിന്നത്. എന്തായാലും ബിന്നി എന്ന ഗെയിമർ ബി ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.